ഹായ് ഡിയർ സ്റ്റുഡൻസ്, 3 ഡയമെൻഷണൽ ജോമെട്രിയുടെ 7ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 1 പോയിൻ്റ് ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് ലൈൻ ഇൻ സ്പേസ്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇക്വേഷൻ ഓഫ് ലൈൻ ത്രൂ 2 പോയിൻറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് 2 പോയിൻ്റ് ഫോം എന്ന് വേണമെങ്കിൽ ഇതിന് പേര് കൊടുക്കാം. അതായത് 2 പോയിന്റിലൂടെ പോകുന്ന, നമുക്കറിയാം 2 പോയിന്റിലൂടെ പോകുന്ന ലൈൻ ഒരു യുണീക്ക് ലൈൻ ആയിരിക്കും അല്ലേ. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്നാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, നിങ്ങൾ 2 പോയിന്റ്സ് വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ 2 പോയിന്റ് ക്യാപിറ്റൽ എ x1 y1 z1 x2 y2 z2 അങ്ങനെയാണ് നമ്മൾ 2 പോയിന്റ്സ് സെലക്ട് ചെയ്യുക അല്ലേ. ഫസ്റ്റ് പോയിന്റ് എ, സെക്കൻഡ് പോയിന്റ് ബി, അതിലൂടെ കടന്നു പോകുന്ന ലൈനാണ് ലൈൻ എൽ. ഒയിൽ നിന്ന് ബിയിലേക്കുള്ള പൊസിഷൻ വെക്ടർ ഓഫ് ബി നമ്മൾ ബി എന്നും ഒയേക്ക് നമ്മൾ എ എന്നൊക്കെ നമ്മൾ പേര് കൊടുക്കും. ഇവിടെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ച അതേ ഫോർമുല നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ 2 പോയിൻറ്റ്സ് അവൈലബിൾ ആണല്ലോ. അപ്പോൾ 2 പോയിൻറ്റ്സ് തരുമ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റിനെ തന്നെ നമുക്ക് പോയിൻ്റാക്കി സെലക്ട് ചെയ്യാം. അതായത് x1 y1 z1 നമ്മൾ പോയിൻ്റാക്കി സെലക്ട് ചെയ്യും. ഇനി നമുക്ക് കഴിഞ്ഞ സെഷൻ പ്രകാരം നമുക്ക് ഡയറക്ഷൻസ് കിട്ടിയാൽ ഇതിൻ്റെ ആൻസർ എഴുതാൻ സാധിക്കും അല്ലേ. എന്താണ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ? 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ ഡയറക്ഷൻസ് വേറെ തരേണ്ട ആവശ്യമില്ല. 2 പോയിന്റ് തന്നാൽ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ കാണാൻ നമ്മൾ പണ്ട് മുതൽ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ ത്രൂ എ ബി? യെസ്, x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1. അപ്പോൾ ഡയറക്ഷൻസ് റെഡിയായി, ഡയറക്ഷൻസും റെഡി ആയിട്ടുണ്ട്, അതുപോലെ പോയിന്റും റെഡിയായി. പോയിന്റ് ഇവിടെ നിങ്ങൾ കണ്ടു, x1 y1 z1. ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1. അതാണ് എ ബി സി. അത് രണ്ടും അങ്ങ് റീപ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ ത്രൂ 2 പോയിൻറ്റ്സ് ആയി. അപ്പോൾ പ്രത്യേകിച്ച് 2 പോയിൻറ്റ്സ് പഠിക്കേണ്ട കാര്യമില്ല. 1 പോയിന്റ് ഫോമിൽ നമ്മൾ ഡയറക്ഷൻസിന് പകരം ഈ ജസ്റ്റ് സബ്ട്രാക്ഷൻ നടത്തുന്ന ആ വാല്യൂസ്, അതാണ് ഡയറക്ഷൻസ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കൃത്യമായിട്ട് ലഭിക്കും. ക്ലിയർ ആണല്ലോ. കാർട്ടീഷ്യൻ ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെക്റ്റർ ഫോമും കിട്ടും അല്ലേ. വെക്റ്റർ ഫോം നമുക്കറിയാം r = a പ്ലസ് ലാംഡ ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ ഡയറക്ഷനാണ്. ഡയറക്ഷൻ കിട്ടാൻ നമ്മൾ എ ബിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ ആയിരിക്കും. ഏതാണ് ബി മൈനസ് എ? ഏതാണ് ബി മൈനസ് എ? ഇതാണല്ലോ വെക്റ്റർ ബി. ഇതാണ് ആക്ച്വലി വെക്റ്റർ ബി. പൊസിഷൻ വെക്ടർ ഓഫ് ബിക്ക് നമ്മൾ ബി എന്ന് കൊടുക്കും, പൊസിഷൻ വെക്ടർ ഓഫ് എക്ക് നമ്മൾ എ എന്ന് കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ വെക്റ്റർ ബി മൈനസ് എ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ ആയിരിക്കും. അതാണ് ലാംഡയുടെ കൂടെ ഉണ്ടാവുക. ഓക്കെ, ആദ്യത്തെ പോയിന്റ് നമ്മൾ എ എന്ന് എഴുതും. എ പ്ലസ് ലാംഡ ഇൻറ്റു ബി മൈനസ് എ ആയിരിക്കും വെക്റ്റർ ഫോം. ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് എഴുതി വെച്ചതിൻ്റെ ശേഷം നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. കൺസിഡർ എ ലൈൻ പാസിംഗ് ത്രൂ ദി പോയിൻറ്റ്സ് എ x1 y1 z1 ആൻഡ് ബി x2 y2 z2. എഴുതിക്കോളൂ. ഈ ഫിഗർ വരക്കുക, എന്നിട്ട് ശേഷം എഴുതി വെക്കുക കേട്ടോ. ഇവിടെ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് തന്നാൽ ഡയറക്ഷൻ റേഷ്യോസ് x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1. നമ്മൾ പ്രോബ്ലംസ് ചെയ്തതാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി പോയിൻ്റായിട്ട് നമ്മൾ എന്ത് സെലക്ട് ചെയ്തു? ഫസ്റ്റ് പോയിന്റിനെ നമുക്ക് പോയിൻ്റായിട്ട് സെലക്ട് ചെയ്തു. വേണമെങ്കിൽ സെക്കൻഡ് പോയിന്റും സെലക്ട് ചെയ്യാം. നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പോയിന്റ് തന്നെ പോയിൻ്റായി സെലക്ട് ചെയ്തു. അപ്പോൾ 1 പോയിന്റ് ഫോം നമുക്ക് അറിയാമല്ലോ. ഏതാ 1 പോയിന്റ് ഫോം? യെസ്, കാർട്ടീഷ്യൻ ഫോമാണ് ഞാൻ ആദ്യം എഴുതുന്നത്. 1 പോയിന്റ് ഫോം എന്നാണ്. ഇതാണ് x മൈനസ് x1 ബൈ എ ഈക്വൽസ് y മൈനസ് y1 ബൈ ബി ഈക്വൽസ് z മൈനസ് z1 ബൈ സി. ഇതാണ് 1 പോയിന്റ് ഫോം. ഇതിൽ 1 പോയിന്റ് നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി ഡയറക്ഷൻസ് ആവുന്ന എ ബി സി എഴുതണം അല്ലേ. എ ബി സി എഴുതണം. എ ബി സി എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഇതാ ഡയറക്ഷൻ റേഷ്യോസ് നമുക്കറിയാലോ. x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1. അപ്പോൾ എയും ബിയും സിയും ഇതുമായി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടി. അപ്പോൾ x മൈനസ് x1 ബൈ എ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ആൾ അല്ലേ, x2 മൈനസ് x1 ഈക്വൽസ് y മൈനസ് y1 ഡിവൈഡ് ബൈ ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഡയറക്ഷൻ റേഷ്യോയിലെ സെക്കൻഡ് മെമ്പർ ഈക്വൽസ് z മൈനസ് z1 ഡിവൈഡ് ബൈ സി മീൻസ് വാട്ട്സ് z2 മൈനസ് z1. ഇതാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ലൈൻ ത്രൂ 2 പോയിൻറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റിനെ നമ്മൾ പോയിൻ്റായിട്ട് സെലക്ട് ചെയ്തു. ഡിനോമിനേറ്ററിൽ വരുന്ന ഈ നമ്പേഴ്സ് ഡയറക്ഷൻസ് ആണ്. ഡയറക്ഷൻസ് കാണാൻ നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്. 2 പോയിന്റ് തന്നാൽ ഡയറക്ഷൻസ് ഇങ്ങനെയാണ് കാണുക. അപ്പോൾ അതിവിടെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇനി വെക്റ്റർ ഫോമിൽ ഞാൻ നേരത്തെ പറഞ്ഞു r = a പ്ലസ് ലാംഡ ബി ആണ്. എ ഇവിടെ ഉണ്ട്, എ തന്നെയാണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ബി മൈനസ് എ ആണ്. ഡയറക്ഷനാണ് ബി എന്ന് പറഞ്ഞാൽ. അത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഇവിടുത്തെ ബി അല്ല ബി മൈനസ് എ ആണ് ഇവിടുത്തെ ഡയറക്ഷൻ. എ പ്ലസ് ലാംഡ ബിയിലെ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദി ലൈനാണ്. അതാണ് ഇവിടെ ഡയറക്ഷനാക്കി എഴുതി. ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ ആദ്യം കാർട്ടീഷ്യൻ ഫോം എഴുതിയതിന് ശേഷം
വെക്റ്റർ ഫോം, അതിൽ നിന്ന് വെക്റ്റർ ഫോം എഴുതിയാലും മതി. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഓക്കെ, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ലൈൻ ത്രൂ ദി പോയിന്റ്സ് -1 0 2 3 4 6 ഇൻ ബോത്ത് ഫോം. അതായത് വെക്റ്റർ ഫോമിൽ ആൻസർ എഴുതണം, കാർട്ടീഷ്യൻ ഫോമിലും ആൻസർ എഴുതണം. അപ്പോൾ അത് ഞാൻ ഇവിടെ വെക്റ്റർ ഫോമിലാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വെക്റ്റർ ഫോമാണ് എഴുതുന്നത്. വെക്റ്റർ ഫോമിൽ ആൻസർ എഴുതുമ്പോൾ നമുക്കറിയാം രണ്ട് കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഏതാണ്? വെക്റ്റർ എ ആവശ്യമുണ്ട് അല്ലേ? വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ എന്താ? പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്ററാണ്. അപ്പോൾ നമ്മൾ ഈ പോയിൻ്റാണ് പോയിൻ്റാക്കി സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ വെക്റ്റർ എങ്ങനെ എഴുതും? S - I പ്ലസ് 0j പ്ലസ് 2k. ഇപ്പോൾ 0j ഞാൻ എഴുതുന്നില്ല, ജെ ഒഴിവാക്കി എഴുതി, 0 ആയതുകൊണ്ട് എഴുതുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ബി ആണ് ആവശ്യമുള്ളത്. വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻസ് ആണ് അല്ലേ? ഇവിടെ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ ഞാൻ ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ എന്താ? x2 - x1 അല്ലേ? അപ്പോൾ ഇവിടെ ഡയറക്ഷൻ റേഷ്യോസ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. ഏതാ എഴുതേണ്ടത്? 3 - -1 അല്ലേ? 4, 4 - 0 4, x2 - x1 y2 - y1 again z2 - z1 6 - 2 4. ഇതാണ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദി ലൈൻ. അപ്പോൾ 4 4 4 എന്നാണ് ഡയറക്ഷൻ റേഷ്യോസ്. ഓക്കെ, ഇതിന് വേണമെങ്കിൽ നമുക്ക് 1 1 1 എന്ന് വേണമെങ്കിൽ മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 4i + 4j + 4k. ഇതിന് നമുക്ക് ഓർ ഇങ്ങനെയും എഴുതാം, 1 1 1. ഡയറക്ഷൻ റേഷ്യോസ് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ഷൻസിനെ വെക്ടറാക്കി എഴുതണം. ഏതാണ്? i + j + k. 4i + 4j + 4k എന്ന് എഴുതിയാലും കറക്റ്റാണ്. ദെയർഫോർ വെക്റ്റർ ഇക്വേഷൻ എന്തായിരിക്കും? ദെയർഫോർ ഇക്വേഷൻ ഈസ് എന്താ എഴുതേണ്ടത്? r = a + λb എന്നാണ്. ഇത് കാണാതെ എല്ലാവർക്കും അറിയണം. a + λb. രണ്ട് വാല്യൂസും ഇവിടെ അവൈലബിൾ ആണ്. രണ്ട് വാല്യൂസ് നമ്മൾ കൊടുക്കുന്നു. എ എന്ന് പറഞ്ഞാൽ ഇവിടെ പോയിൻ്റ് ആണ്. പോയിൻ്റ് ഏതാണ്? -i + 2k. j 0 ആയതുകൊണ്ടാണ് കാണാതെ പോയത്. പ്ലസ് ലാംഡ ഇൻറ്റു വാട്ട് ഈസ് ബി? i + j + k. i + j + k. ഇതോടുകൂടി ഒന്നാമത്തെ പാർട്ടിൻ്റെ ആൻസറായി. ബോത്ത് ഫോം എന്ന് പറഞ്ഞത് കൊണ്ട് ആദ്യം ഞാൻ വെക്റ്റർ ഫോമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഞാനിവിടെ കാർട്ടീഷ്യൻ ഫോം എഴുതാം. കാർട്ടീഷ്യൻ ഫോമിൻ്റെ ജനറൽ ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്തായിരുന്നു? x - x1/a എന്നുള്ള ഫോമാണ്. അപ്പോൾ ഇവിടെ ABC ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇതാണ് ABC. ഡയറക്ഷൻ റേഷ്യോസ് ഞാൻ ഇവിടെ ഒരിക്കൽ കൂടി എഴുതുന്നു. ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ 1 1 1 ആണ് അല്ലേ? 1 1 1 ആണ്. ഇതാണ് ABC. പോയിൻ്റായിട്ട് നമുക്ക് ഏതാ സെലക്ട് ചെയ്യുക? പോയിൻ്റ് ഞാൻ ഇവിടെ എഴുതുന്നു. പോയിൻ്റായിട്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് പോയിൻ്റ് -1 0 2. പോയിൻ്റ് ആകുമ്പോൾ ബ്രാക്കറ്റ് കൊടുക്കും. ദെയർഫോർ ഇക്വേഷൻ എന്തായിരുന്നു? x - x1. ഏതാ x1? എന്താ 1 അല്ലെ? -1 ആണ്. അപ്പോൾ x - x1 / a ഈക്വൽസ് y - y1. y1 ഇവിടെ 0 ആണ്, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. /1 = z - z1 എന്ന് പറഞ്ഞാൽ 2 ആണ് /1. ഇതാണ് ABC. ദിസ് ഈസ് ദി കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഓക്കെ, വെക്റ്റർ ഇക്വേഷനായി, കാർട്ടീഷ്യൻ ഇക്വേഷനായി. ക്ലിയർ? ഇനി ആദ്യം കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതിയിട്ട് വെക്റ്റർ ഇക്വേഷൻ എഴുതാം. വെക്റ്റർ ഇക്വേഷൻ നോക്കിയിട്ട് കാർട്ടീഷ്യൻ ഇക്വേഷൻ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. എഴുതിക്കൂടെ? ഇതിലാദ്യം ഏതാ എഴുതേണ്ടത്? വെക്റ്റർ എ എഴുതണം. വെക്റ്റർ ഫോമിൽ എഴുതണം. വെക്റ്റർ ഫോം എഴുതാൻ നമ്മൾ വെക്റ്റർ എ എഴുതണം. വെക്റ്റർ എ എവിടുന്ന് കിട്ടും? ഈ പോയിന്റിന് നമ്മൾ വെക്റ്ററാക്കി എഴുതുന്നു. പിന്നെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് ബി എന്ന് പറഞ്ഞാൽ. ബി എവിടുന്ന കിട്ടുക? ഡയറക്ഷൻ റേഷ്യോസ് ആദ്യം നോക്കുന്നു. ഡയറക്ഷൻ റേഷ്യോസ്, ഈ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്താണ്? 4 - 2 2 2 - -1 3 1 - 3 - 2. ഇതാണ് ഡയറക്ഷൻ റേഷ്യോസ്. അതിനെ നിങ്ങളിവിടെ വെക്റ്ററാക്കി എഴുതുന്നു. എന്നിട്ട് r = a + λb. കാർട്ടീഷ്യൻ ഫോം ചോദിച്ചാൽ x - x1/a എന്നുള്ള ഫോമിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ലൈൻ ത്രൂ ഒറിജിൻ ആൻഡ് ദി പോയിന്റ്. ഇവിടെ രണ്ട് പോയിൻ്റായിട്ട് നമ്മൾ ഏതൊക്കെ എടുക്കണം? ഒന്നാമത്തെ പോയിൻ്റ് ഒറിജിൻ ആയതുകൊണ്ട് 0 0 0 സെലക്ട് ചെയ്തു. രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ 3 4 6 സെലക്ട് ചെയ്തു. ഓക്കെ, രണ്ട് പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ഷൻസ് നേരിട്ട് എഴുതാമല്ലോ. എന്താണ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദിസ് ലൈൻ? 3 - 0 അല്ലേ? x2 - x1
y2 മൈനസ് y1 z2 മൈനസ് z1 എല്ലാം 0 ആയതുകൊണ്ട് സെയിം നമ്പർ വരും. ഇനി നമ്മൾ പോയിൻ്റായിട്ട് നമുക്ക് 0 0 സെലക്ട് ചെയ്യാം അല്ലേ. ഏതെങ്കിലും ഒരു പോയിൻ്റ് നമുക്ക് പോയിൻ്റായിട്ട് സെലക്ട് ചെയ്യാം. പോയിൻ്റ് നമ്മൾ തൽക്കാലം ഇവിടെ 0 0 0 തന്നെ സെലക്ട് ചെയ്തു. ഫസ്റ്റ് പോയിൻറ്റിനെ പോയിൻ്റാക്കി സെലക്ട് ചെയ്തു. അപ്പോൾ ഇക്വേഷൻ ഓഫ് ലൈൻ എന്താണ്? കാർട്ടീഷ്യൻ ഫോമിലാണ് ഞാൻ എഴുതുന്നത്. എക്സ് മൈനസ് x1 ബൈ എ ഈക്വൽസ് y മൈനസ് y1 ബൈ ബി ഈക്വൽസ് z മൈനസ് z1 ബൈ സി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ x1 y1 z1 ഒക്കെ 0 ആയതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എ ബി സി ഇവിടെ ഉണ്ട് 3 4 6 ആണ്. അപ്പോൾ എങ്ങനെ എഴുതും? എക്സ് മൈനസ് 0 ആയതുകൊണ്ട് എഴുതുന്നില്ല. ഡിവൈഡ് ബൈ 3 ഈക്വൽസ് y മൈനസ് 0 ഡിവൈഡ് ബൈ 4 ഈക്വൽസ് z മൈനസ് 0 ഡിവൈഡ് ബൈ 6. ഇതാണ് ഇതിൻ്റെ കാർട്ടീഷ്യൻ ഫോം. ഇനി വെക്റ്റർ ഫോം എങ്ങനെ എഴുതും? ഇവിടെ രണ്ട് ഫോമൊന്നും ചോദിച്ചിട്ടില്ല, എന്നാൽ നമ്മൾ എഴുതാണ് കേട്ടോ. വെക്റ്റർ ഫോം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഫോം ആൻസർ എഴുതാൻ. വെക്റ്റർ ഫോം എഴുതാൻ r is equal to a plus lambda b ആണ്. r is equal to a plus lambda b. ഇവിടെ റൈറ്റ് ദ ഇക്വേഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോം മാത്രം എഴുതിയാലും ആൻസർ കറക്റ്റാണ്. ഈ വെക്റ്റർ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ r is equal to a plus lambda b that is equal to what is a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിൻ്റ് ആണ് അല്ലേ എഴുതേണ്ടത്. അപ്പോൾ പോയിൻ്റ് എന്താ? 0i പ്ലസ് 0j പ്ലസ് 0k. അപ്പോൾ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, ഫുള്ള് 0 ആണ്. പ്ലസ് ലാംഡ ഇൻറ്റു ലാംഡ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻസ് അല്ലേ. ഇതാണ് ഡയറക്ഷൻസ് 3 4 6. അതെങ്ങനെ എഴുതും? 3i പ്ലസ് 4j പ്ലസ് 6k എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ലൈനിൻ്റെ വെക്റ്റർ ഫോമും കിട്ടി. ഓക്കെ, ഇവിടെ ഫസ്റ്റ് പാർട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്നാണ്. ഒറിജിനിലൂടെ പാസ് ചെയ്യുമ്പം ഇവിടെ ഫസ്റ്റ് പാർട്ട് ഉണ്ടാവണം നിർബന്ധമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27. കൺസിഡർ ദി പോയിൻറ്റ്സ് എ ആൻഡ് ബി. റൈറ്റ് ദി കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ലൈൻ ത്രൂ എ ബി എന്നാണ്. ഇപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുമ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോസ് എഴുതണം അല്ലേ. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ ത്രൂ എ ബി ഈസ് ഈക്വൽ ടു വാട്ട്സ് ഇതാ x2 മൈനസ് x1 ആണ്. 3 മൈനസ് 5 എന്ന് പറഞ്ഞാൽ -2. ഓക്കെ, 4 മൈനസ് 1 4 മൈനസ് 1 3 ലാസ്റ്റ് 1 മൈനസ് 6 മൈനസ് 5. ഇതാണ് ഡയറക്ഷൻ റേഷ്യോസ്. പോയിൻ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് പോയിൻ്റ് തന്നെ പോയിൻ്റായിട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ പോയിൻ്റ് ഏതാണ് ഇവിടെ എടുക്കുന്നതാണ്? 5 1 6 നമ്മൾ പോയിൻ്റായിട്ട് സെലക്ട് ചെയ്യും. therefore what is equation? Cartesian equation is s x മൈനസ് x1. ഇതാണ് x1 y1 z1. ഓക്കെ, x മൈനസ് x1 ഡിവൈഡ് ബൈ -2 ഈക്വൽസ് y മൈനസ് 1 ഡിവൈഡ് ബൈ 3 ആണ് ഡയറക്ഷൻ റേഷ്യോയുടെ സെക്കൻഡ് മെമ്പർ ഈക്വൽ ടു z മൈനസ് 6 ഡിവൈഡ് ബൈ -5. ഇതാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ 2 വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് ദി പോയിന്റ് വേർ ദി ലൈൻ ക്രോസസ് ദി വൈ സെഡ് പ്ലെയിൻ. ഈ ലൈനിൻ്റെ ഇക്വേഷനാണ്. എയുടെയും ബിയുടെയും പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷനാണ് നിങ്ങൾ കാണുന്നത്. അത് വൈ സെഡ് പ്ലെയിനിൽ ക്രോസ് ചെയ്യുന്ന പോയിന്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ വൈ സെഡ് പ്ലെയിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? വൈ സെഡ് പ്ലെയിൻ്റെ പ്രത്യേകത ഇൻ വൈ സെഡ് പ്ലെയിൻ അവിടെ എക്സ് കോർഡിനേറ്റ് 0 എന്നുള്ളതാണ്. ഓക്കെ, എക്സ് കോർഡിനേറ്റ് ഇസ് ഈക്വൽ ടു 0. ഇത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഈ ലൈനിലൊരു ജനറൽ പോയിൻ്റ് എഴുതാൻ പോവാണ്. ഈ ലൈനിലെ ജനറൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൈനെ ഒന്ന് ജസ്റ്റ് ലാംഡ ഉപയോഗിച്ചിട്ട് എഴുതണം. പണ്ടത്തെ ഇക്വേഷൻ എക്സ് മൈനസ് 5/2 ഈസ് ഈക്വൽ ടു y മൈനസ് 1 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു z മൈനസ് 6 ഡിവൈഡ് ബൈ -5 ആണ് നമ്മുടെ ഇക്വേഷൻ. ഈക്വൽ ടു ലാംഡ എന്നുണ്ടായിരുന്ന ഇക്വേഷൻ. ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ ലാംഡ എന്നുള്ള ഈ ഫോമിൽ ഇക്വേഷൻ എഴുതാം. ഇതിൽ നമുക്ക് എക്സ് എഴുതാം. വാട്ട് ഈസ് എക്സ് കിട്ടാനുള്ള ടെക്നിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു ഈ ഫസ്റ്റും ലാസ്റ്റും മാത്രം സെലക്ട് ചെയ്യുക. എക്സ് മൈനസ് 5 ബൈ -2 സിക്കൽ ലാംഡ എന്ന്. എക്സ് മൈനസ് 5 എഴുതിയാൽ -2 ലാംഡ എന്നുണ്ടാവും. എക്സ് ഇസ് ഈക്വൽ ടു -2 ലാംഡ പ്ലസ് 5 എന്ന് കിട്ടും. -2 ലാംഡ പ്ലസ് 5. വാട്ട് ഈസ് വൈ ഇസ് ഈക്വൽ ടു 3 ലാംഡ പ്ലസ് 1 ഉണ്ടാവും. ഓക്കെ, z ഇസ് ഈക്വൽ ടു വാട്ട്? -5 ലാംഡ പ്ലസ് 6. ഓരോന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. ഫസ്റ്റും ലാസ്റ്റ് എടുക്കുമ്പം
ഇത് കിട്ടും. y-1/3നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ y കിട്ടും. ഈ 3 എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ കിട്ടും. അങ്ങനെ 3 എക്സും വൈയും സെറ്റും കിട്ടി. നമ്മൾ എഴുതി വെച്ചു YZ പ്ലെയിനിൽ എക്സ് കോർഡിനേറ്റ് 0 ആണ് അല്ലേ. അപ്പോൾ എക്സ് കോർഡിനേറ്റും 0 എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും? x=0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം -2 ലാംഡ + 5 = 0 എന്നാണ്. ഇതിന് എന്ത് കിട്ടും? ലാംഡ കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡൻ്റെ ആൻസർ കിട്ടും. 2 ലാംഡ = 5 കിട്ടും. ലാംഡ = 5/2 എന്ന് കിട്ടും അല്ലേ. ലാംഡ = 5/2 നമുക്ക് ആൻസർ കിട്ടും. therefore പോയിന്റ് അല്ലേ ചോദ്യം. പോയിന്റ് ഏതാണ്? യഥാർത്ഥത്തിൽ പോയിന്റ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് പോയിന്റ്. XYZ എന്ന് പറയുന്ന ഇതാണ് പോയിന്റ്സ്. ഈ ലൈനിലെ ജനറൽ പോയിന്റാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് XYZ. അത് YZ പ്ലെയിനിനെ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ എക്സ് കോർഡിനേറ്റ് 0 ആവും. അപ്പോൾ ലാംഡ കിട്ടി. ഇനി നമ്മൾ XYZ ഒരിക്കൽ കൂടി കണ്ടാൽ മതി. എക്സ് ഇനി കാണേണ്ട ആവശ്യമില്ല. എക്സ് ഓൾറെഡി 0 ആണ് അല്ലേ. ഇനി നമ്മൾ y ചെയ്ത് നോക്കാം. വാട്ട് ഈസ് y? ലാംഡക്ക് നമ്മൾ 5/2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ y = 3 ലാംഡ + 1 അല്ലേ. 3 × ലാംഡ നമുക്കറിയാം 5/2 ആണ് +1 എത്ര ഉണ്ടായിരിക്കും ഇത്? 3 × 5 15 + 2 / 2 ആൻസർ 17/2 എന്ന് കിട്ടും. വാട്ട് ഈസ് z? z = -5 ലാംഡ + 6 എന്നാണ്. -5 ലാംഡ 5/2 ആണ് +6 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ z = -25 by 2 plus 6 that is equal to -25 plus 12/2 -13/2 എന്നുണ്ടാവും. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക കേട്ടോ. -13/2. അതുകൊണ്ട് പോയിന്റ് എന്താണ് ആവശ്യം? ഇവിടുത്തെ YZ പ്ലെയിനിലെ പോയിന്റ് ഏതാണ്? റിക്വയർഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു XYZ ആണ്. x എന്ന് പറഞ്ഞാൽ 0 എന്ന് കിട്ടിയിട്ടുണ്ട്. y എന്ന് പറഞ്ഞപ്പോൾ കിട്ടി 17/2 എന്ന് കിട്ടിയിട്ടുണ്ട്. 17/2 ആൻഡ് ലാസ്റ്റ് z കോർഡിനേറ്റ് -13/2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇതാണ് റിക്വയർഡ് പോയിന്റ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം കാർട്ടീഷ്യൻ ഫോം എഴുതി x - x1/a എന്നുള്ള ഫോമിൽ എഴുതി. എന്നിട്ട് അതിനെ ലാംഡ ഉപയോഗിച്ചിട്ട് എഴുതി. അതിലൊരു ജനറൽ പോയിന്റ് എഴുതി. ഈ ജനറൽ പോയിന്റ് എഴുതിയത് കൊണ്ട് ഇത് YZ പ്ലെയിനിലെ പോയിൻ്റായിട്ട് അസ്യൂം ചെയ്തു. YZ പ്ലെയിനിലെ പോയിന്റിൻ്റെ പ്രത്യേകത അവിടെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ലാംഡ കിട്ടി. ഇതാണ് ലാംഡ. ലാംഡയുടെ വാല്യൂ നമ്മൾ XYZ ലാംഡക്ക് കൊടുത്തു കഴിഞ്ഞാൽ പോയിന്റ് കിട്ടും. ആ പോയിൻ്റാണ് നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്നും കൂടി നോക്കാം. ഫൈൻഡ് ദി പോയിന്റ് വേർ ദി ലൈൻ ത്രൂ ദി പോയിന്റ്സ്. ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഫൈൻഡ് ദി പോയിന്റ് വേർ ദ ലൈൻ ത്രൂ ദി പോയിന്റ്സ് എ ആൻഡ് ബി ക്രോസസ് ദി XY പ്ലെയിൻ. അപ്പോൾ ആദ്യം നമ്മൾ ഇക്വേഷൻ ഓഫ് ലൈൻ എഴുതാണ്. ലൈൻ ത്രൂ AB. അതിനാദ്യം ഞാൻ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ എഴുതാണ്. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് AB ഈക്വൽ ടു എങ്ങനെ ചെയ്യും? x2 - x1 എത്ര കിട്ടും? 3 - 5 yes -2 4 - 1 3 1 - 6 -1. ഡയറക്ഷൻ റേഷ്യോസ് ക്ലിയർ ആണല്ലോ. therefore ഇക്വേഷൻ ഓഫ് ലൈൻ ഞാൻ പോയിന്റ് ആയിട്ട് 5 1 6 എടുക്കുകയാണ്. പോയിന്റ് ഏതെങ്കിലും ഒരു പോയിന്റിനെ നമുക്ക് പോയിൻ്റാക്കി സെലക്ട് ചെയ്യണം. പോയിന്റ് 5 1 6. ഇനി നമുക്ക് 2 പോയിന്റ് എഴുതേണ്ട ആവശ്യമില്ല. 1 പോയിന്റ് മതി. കണ്ട 1 പോയിന്റും ഡയറക്ഷൻസും കിട്ടിയ 1 പോയിന്റ് ഫോം എഴുതാമല്ലോ. therefore ഇക്വേഷൻ ഓഫ് ലൈൻ കാർട്ടീഷ്യൻ ഫോമിലാണ് എഴുതുന്നത്. എന്താണ്? x - x1/a അല്ലേ. x - x1 what is a? -2 equals y - y1/b equals z - z1 divided by c. കണ്ടോ? ABC ആണ് നമ്മുടെ ഡയറക്ഷൻ. കണ്ടില്ലേ? ABC ഇതാണ് ABC. -2 3 -5. നമ്മൾ ലാംഡ എന്ന് കൂടി കൊടുക്കുക. ഇക്വേഷൻ സെപ്പറേറ്റ് ചോദിക്കാത്തതുകൊണ്ട് നമ്മൾ ലാംഡ എന്ന് കൊടുത്തു. ഇതിൽ നിന്ന് നമ്മൾ ജനറൽ പോയിന്റ് എഴുതുന്നു. ഏതാ ജനറൽ പോയിന്റ്? XYZ എഴുതണം. x നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. -2 ലാംഡ + 5 തന്നെയാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. y 3 ലാംഡ + 1. അഗെയിൻ തേർഡ് ഇക്വേഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ z -5 ലാംഡ + 6. ഇത് ക്ലിയർ ആണല്ലോ. ഇതാ ഈ ഫസ്റ്റ് ഇക്വേഷനും ലാംഡയും കൂടി മാത്രം എടുത്തു കഴിഞ്ഞാൽ x - 5/-2 ലാംഡ. ഈ 2നെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ -2 ലാംഡ എന്ന് കിട്ടും. അപ്പോൾ x എന്ന് പറഞ്ഞാൽ -2 ലാംഡ + 5. അങ്ങനെ ഓരോ ഇക്വേഷൻസ് നിങ്ങൾ സെപ്പറേറ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആൻസർ കിട്ടും.
ഇനി എക്സ് വൈ പ്ലെയിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻ എക്സ് വൈ പ്ലെയിൻ വാട്ട് ഹാപ്പൻസ്? ഇൻ എക്സ് വൈ പ്ലെയിൻ യെസ് സെഡ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് അല്ലേ? സെഡ് ഇസ് ഈക്വൽ ടു 0. എന്താണ് സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ? -5 ലാംഡ പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ 5 ലാംഡ ഇസ് ഈക്വൽ ടു 6, ലാംഡ ഇസ് ഈക്വൽ ടു 6/5 എന്ന ആൻസർ കിട്ടും. ലാംഡ ഇസ് ഈക്വൽ ടു 6/5. അപ്പോൾ നമുക്കിനി പോയിന്റ് കിട്ടാൻ എക്സും വൈയും കണ്ടെത്തിയാൽ മതി. ദെർഫോർ വാട്ട് ഈസ് എക്സ്? എക്സ് ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ. വാട്ട് ഈസ് എക്സ്? -2 ലാംഡ പ്ലസ് 5, -2 ഇൻറ്റു ലാംഡേൻ്റെ വാല്യൂ കൊടുക്കുകയാണ് 6/5 പ്ലസ് 5. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ -12/5 പ്ലസ് 5. ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ -12 പ്ലസ് 25 അല്ല, 25 - 12 ഇപ്പോൾ 13/5 എന്ന് കിട്ടും. ക്ലിയർ? നിങ്ങൾ ചെയ്ത് നോക്കാം. y ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് y? 3 ലാംഡ പ്ലസ് 1 കണ്ടില്ലേ? 3 ലാംഡ പ്ലസ് 1, 3 ഇൻറ്റു ലാംഡയുടെ വാല്യൂ 6/5 എന്ന് കൊടുക്കുന്നു പ്ലസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 18/5 പ്ലസ് 1. 18ഉം 5ഉം കൂടെ കൂട്ടിയാൽ എത്രയായി? 23 അല്ലേ? 23/5 എന്ന് കിട്ടി. സെഡിന് ചെയ്യേണ്ട ആവശ്യമില്ല, സെഡ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ. സെഡ് ഇസ് ഈക്വൽ ടു 0 അല്ലേ? ദെർഫോർ റിക്വയർഡ് പോയിൻറ്റ്സ്, ഈ പോയിന്റിൻ്റെ പ്രത്യേകത ഇത് ഏത് പ്ലെയിനിലായിരിക്കും? ഇത് സെഡ് എക്സ് വൈ പ്ലെയിനിലെ പോയിൻ്റാണ്. അവിടെ സെഡ് കോർഡിനേറ്റ് 0 ആണ്. റിക്വയർഡ് പോയിൻറ്റ് ഈസ് XYZ ആണ് ആൻസർ. വാട്ട് ഈസ് എക്സ്? എക്സ് അവിടെ കിട്ടിയിട്ടുണ്ട് 13/5. 13/5, y coordinate 23/5, z coordinate will be 0. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഈ മോഡൽ ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിച്ചോളൂ. പോയിന്റ് വേർ ദി ലൈൻ ത്രൂ ദി പോയിന്റ് ക്രോസസ് ദി എ പ്ലെയിൻ. ഇപ്പോൾ എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ സെഡിന് 0 കൊടുക്കും, YZ പ്ലെയിൻ ആണെങ്കിൽ എക്സിന് 0 കൊടുക്കും, XZ പ്ലെയിൻ ആണെങ്കിൽ y കോർഡിനേറ്റിന് 0 കൊടുക്കും. ആ പ്ലെയിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ XY പ്ലെയിൻ ആണെങ്കിൽ Z ആയിരിക്കും 0. ഓക്കെ, XZ പ്ലെയിൻ ആണെങ്കിൽ ആരായിരിക്കും 0? y കോർഡിനേറ്റ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, YZ ആയി. ഇനി XY പ്ലെയിൻ പറഞ്ഞു, YZ പ്ലെയിൻ. ഇനി YZ പ്ലെയിൻ ആണെങ്കിലോ? YZ പ്ലെയിൻ ആണെങ്കിൽ x ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അത് നേരത്തെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഓൾ.